കൊല്ലത്ത് കള്ളവോട്ട് നടന്നതായി പരാതി. കൊല്ലം പട്ടത്താനം സ്കൂളിൽ ബൂത്ത് നമ്പർ 50-ലാണ് കള്ളവോട്ട് നടന്നത്. മാടന്നറ സ്വദേശിനി മഞ്ജു വോട്ട് ചെയ്യാനെത്തിയപ്പോൾ വോട്ട് മറ്റാരോ ചെയ്തെന്ന് പോളിംഗ് ഓഫീസർ അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് കള്ളവോട്ട് നടന്നെന്ന് വ്യക്തമായത്. സംഭവത്തെ തുടർന്ന് പോളിംഗ് ബൂത്തിൽ വോട്ടർമാർ പ്രതിഷേധിച്ചു. തുടർന്ന് ബാലറ്റിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കാമെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചു. രാവിലെ 7:45-നാണ് യുവതി വോട്ട് ചെയ്യാനെത്തിയത്. എന്നാൽ അതിനു മുൻപ് തന്നെ മഞ്ജുവിൻ്റെ വോട്ട് മറ്റാരോ ചെയ്തിരുന്നു. വോട്ട് ചെയ്യണമെന്ന് മഞ്ജു നിർബന്ധം പിടിച്ചതിനെ തുടർന്ന് ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുകയായിരുന്നു. ഈ ബൂത്തിൽ രണ്ടാമതായി വോട്ട് ചെയ്ത യുവതിയാണ് കള്ളവോട്ട് ചെയ്തതെന്നാണ് സംശയം. ഇവരെക്കുറിച്ച് പോളിംഗ് ഏജന്റ് സംശയം പ്രകടിപ്പിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു. സംഭവം ഗൗരവതരമാണെന്നും വിഷയം പരിശോധിക്കുമെന്നും കൊല്ലം കളക്ടർ ഡോക്ടർ എസ് കാർത്തികേയൻ പറഞ്ഞു. കള്ളവോട്ട് ചെയ്ത ആളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കനത്ത പോളിംഗ് പുരോഗമിക്കുന്ന കൊല്ലത്ത് വോട്ട് ചെയ്യാനെത്തിയ വൃദ്ധൻ പോളിംഗ് ബൂത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കൊല്ലം കല്ലന്താഴം പവിത്ര നഗർ പാർവതി മന്ദിരത്തിൽ മണിയാണ് മരിച്ചത്. മൂന്നാംകുറ്റി LMS LP സ്കൂളിൽ രാവിലെ കുടുംബസമേതം വോട്ട് ചെയ്യാനായി എത്തിയ മണിയെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് പാലത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. അതിനിടെ കനത്ത പോളിംഗ് നടക്കുന്ന കൊല്ലത്ത് ഉച്ചയ്ക്ക് 1 മണിവരെ 40.45% വോട്ട് രേഖപ്പെടുത്തി. ചവറ നിയമസഭാ മണ്ഡലത്തിൽ 38.07%, പുനലൂരിൽ 40.06%, ചടയമംഗലത്ത് 40.65% വോട്ടുകൾ രേഖപ്പെടുത്തി. കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽ 39.97%, കൊല്ലം മണ്ഡലത്തിൽ 39.07%, ഇരവിപുരത്ത് 37.75% പോളിംഗ്. ചാത്തന്നൂരിൽ 35.89% പോളിംഗ് രേഖപ്പെടുത്തി. മുഴുവൻ ബൂത്തുകളിലും പൊതുവെ സമാധാനപരമായാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. കനത്ത പോളിംഗ് തുടരുന്ന കൊല്ലത്ത് രാവിലെ 10 മണിവരെ 3 മണിക്കൂറിനുള്ളിൽ ഏകദേശം 17%-ലധികം വോട്ടുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീകളും വൃദ്ധരുമടക്കം നിരവധി ആൾക്കാർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനായി ക്യൂവിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് 6 മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ കൊല്ലം ജില്ലയിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുമെന്നാണ് സൂചന. ഭിന്നശേഷിക്കാരെ വീട്ടിൽ നിന്ന് ബൂത്തിലെത്തിക്കുന്നതിനുള്ള പ്രത്യേക വാഹന സൗകര്യവും ആംബുലൻസ് സർവീസും വിവിധ പോളിംഗ് ബൂത്തുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ 291 പ്രശ്നബാധിത ബൂത്തുകളിൽ 268 കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലാണ്. അതീവ പ്രശ്നബാധിത മേഖലയായി കണ്ടെത്തിയിട്ടുള്ളവയിൽ 56 കൊല്ലം മണ്ഡലത്തിലാണ്. ഇവ മൈക്രോ ഒബ്സർവർമാരുടെ നിരീക്ഷണത്തിലായിരിക്കും. കൊല്ലം കളക്ടറേറ്റിൽ ഇരുന്നാൽ കാണാൻ കഴിയുന്ന തരത്തിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനവും ബൂത്തുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടിൽ ജനിച്ചവരുടെ കന്നി വോട്ടാണ് ഇത്തവണയെന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. 75,000-ലധികം കന്നി വോട്ടർമാരാണ് കൊല്ലം മണ്ഡലത്തിലുള്ളത്. സംസ്ഥാനം ഉറ്റുനോക്കുന്ന പ്രധാന മണ്ഡലങ്ങളിലൊന്നാണ് കൊല്ലം. മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാര ജേതാക്കളായ 2 പേർ തമ്മിലാണ് പ്രധാന മത്സരം. UDF-ലെ NK പ്രേമചന്ദ്രനും LDF-ലെ KN ബാലഗോപാലുമാണ് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. താരതമ്യേന മണ്ഡലത്തിൽ അപരിചിതനായ KV സാബുവാണ് NDAയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത്. കശുവണ്ടി കയർ മേഖലയിലെ തൊഴിലാളികളുടെ വോട്ടുകൾ മണ്ഡലത്തിൽ നിർണായകമാകും. ഒപ്പം യുവ വോട്ടർമാരും മണ്ഡലത്തിന്റെ വിധി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും. തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും ഹരിതചട്ടം പാലിക്കുന്നുവെന്ന് ഉറപ്പിക്കാൻ ഹരിത കർമ്മസേനയും രംഗത്തുണ്ട്. പ്രചാരണ ഘട്ടത്തിൽ തുടങ്ങിയ ജാഗ്രത തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും വരെ നടപ്പിലാക്കാനായി ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലാണ് സേനാംഗങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതിനിടെ പലയിടത്തു നിന്നും വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കൊല്ലത്ത് കള്ളവോട്ട് നടന്നതായും പരാതി ഉയർന്നിരിക്കുന്നു. മാടന്നറ സ്വദേശിനിയായ മഞ്ജു വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് കള്ളവോട്ട് നടന്നിരിക്കുന്നതായി കണ്ടെത്തിയത്. മഞ്ജു വോട്ട് ചെയ്യാനെത്തിയപ്പോൾ വോട്ട് മറ്റാരോ ചെയ്തു എന്ന് ബൂത്തിലെ പോളിംഗ് ഓഫീസർ അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് ബൂത്തിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായത്. പട്ടത്താനം സ്കൂളിലെ 50-ാം നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് നടന്നത്. ആളുകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ബാലറ്റിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കാമെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ വ്യക്തമാക്കി. സംഭവം ഗൗരവതരമാണെന്നും വിഷയം പരിശോധിക്കുമെന്നും കൊല്ലം കളക്ടർ ഡോക്ടർ എസ് കാർത്തികേയൻ പറഞ്ഞു. കള്ളവോട്ട് ചെയ്ത ആളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.